ആദ്യത്തെ 3 ഇസ്രായേൽ ബന്ദികൾ മോചിതരായി. എല്ലാവർക്കും ഹമാസ് തങ്ങളുടെ മുദ്രയുള്ള ഗിഫ്റ്റ് ബാഗുകൾ നൽകി. 471 ദിവസത്തെ അജ്ഞാതവാസത്തിനൊടുവിൽ ഇസ്രായേൽ ഹമാസ് കരാർ പ്രകാരം 3 വനിതകളെ ഹമാസ് തടവിൽ നിന്നും മോചിപ്പിച്ചു. മോചിതരായവർ ഇവരാണ്: റോമി ഗോണൻ, 24 വയസ്സ്, നോവ ഫെസ്റ്റിവലിൽ നിന്നും പിടികൂടപ്പെട്ട ഇസ്രായേൽ യുവതി. എമിലി ഡമരി, 28 വയസ്സ്. ബ്രിട്ടീഷ്, ഇസ്രായേലി സിറ്റിസൺഷിപ്പ് ഉള്ള ഇവരെ ഹമാസ് പിടികൂടിയത് കിബൂട്സ് കഫർ അസയിലെ അപ്പാർട്ട്മെന്റിൽ നിന്നാണ്. ഡോറോൺ സ്റ്റെയിൻ ബ്രീച്ചർ, 31 വയസ്സ്. ഒരു നേഴ്സായ ഇവർ ഇസ്രായേൽ റൊമാനിയൻ സിറ്റിസണാണ്. മൃഗസ്നേഹിയും മൃഗങ്ങളെ ചികിത്സിക്കുകയും ചെയ്തിരുന്ന ഇവരെ ഹമാസ് തട്ടിക്കൊണ്ടുപോയതും കിബൂട്സ് കഫർ അസൽ നിന്നാണ്. 3 പേരുടെ കയ്യിലും ഹമാസ് മുദ്രപതിച്ച ഓരോ പേപ്പർ ബാഗുകളുണ്ടായിരുന്നു. അതിനുള്ളിൽ ഗാസയുടെ ഒരു ഭൂപടവും അവർ തടവിൽ കഴിഞ്ഞ വിവിധ ഘട്ടങ്ങളിലുള്ള ഫോട്ടോയും റെഡ് ക്രോസിന് അവരെ കൈമാറിയ രേഖകളുടെ പകർപ്പുകളുമാണുണ്ടായിരുന്നത്. ഈ 3 പേർക്ക് പകരമായി സ്ത്രീകളും കുട്ടികളും രോഗികളുമടക്കം 90 പാലസ്തീൻകാരെ ഇസ്രയേലും വിട്ടയച്ചു. ഇസ്രായേൽ ഹമാസ് എഗ്രിമെന്റ് പ്രകാരം തടവിലുള്ള ഒരു വ്യക്തിയെ ഹമാസ് മോചിപ്പിക്കുമ്പോൾ പകരം 30 ഫലസ്തീനികളെ ഇസ്രായേൽ മോചിപ്പിക്കേണ്ടതുണ്ട്. ഹമാസിന്റെ കസ്റ്റഡിയിൽ ഇപ്പോൾ 100 ബന്ദികൾ അവശേഷിക്കുന്നുണ്ട്. ഒക്ടോബർ 7, 2023 ഏതാണ്ട് 250 പേരെയാണ് ഹമാസ് ഇസ്രയേലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയത്. അവശേഷിക്കുന്നത് 100 പേർ മാത്രം. ബാക്കിയുള്ളവരിൽ കുറെ പേരെ ഹമാസ് മോചിപ്പിച്ചു. കുറേയാളുകളെ ഇസ്രായേൽ സേന കണ്ടെത്തി മോചിപ്പിച്ചു. ബാക്കിയുള്ളവരുടെ മൃതദേഹം പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു.